ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാനൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ ചിക്കൻ കറി, തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്, സൂപ്പർ. ഇതുപോലെ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞുതരാം എൻ്റെ റെസിപ്പി. എല്ലാവർക്കും ഷെയർ ആക്കണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഇതുപോലെ നല്ല പത്തിരിക്കും നെയ്പ്പത്തിരിനും ചോറിന് എല്ലാത്തിനും സൂപ്പർ ടേസ്റ്റാണ്. മുളക് വറുക്കണം. ഒരു 8, 9, 10 മുളക് നല്ലപോലെ വറുക്കണം. നല്ലപോലെ മുളക് വറുത്തതിന് ശേഷം കുറച്ച് മല്ലിയും വറുക്കണം. മല്ലിയും മുളകും നല്ലപോലെ വറുക്കണം, നല്ല ചുവക്കണം. മല്ലിയും മുളക് വറുത്തതിന് ശേഷം അതേ ചട്ടിയിൽ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ. ഒരു മുറി തേങ്ങ നല്ലപോലെ വറുക്കണം. നല്ല വറുത്ത് തേങ്ങ നല്ല ചുവപ്പ് നിറമാണ്. നല്ലപോലെ വറുക്കണം. കൂടുതൽ വറുത്താലേ കറിക്ക് ടേസ്റ്റാണ്. അതിന് ഒരു നീരുള്ളി സവാള ഒന്ന് ആ തേങ്ങക്ക് ഇടണം. ഒരു നീരുള്ളി വേണം, ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടി നല്ലപോലെ വറുക്കണം. ആ നീരുള്ളിയൊക്കെ നല്ല മണം വരണം. നീരുള്ളിയും തേങ്ങയും നല്ല ഒരു മണം വരണം. ആ മണം വരുന്നവരെ നല്ലപോലെ വറുക്കണം. ഇപ്പോൾ വറുത്തിട്ടായിട്ടില്ല. അപ്പം നല്ല ഇതുപോലെയാണോ? ഇതുപോലെ അതിന് ശേഷം ഇറക്കി വെക്കണം. എന്നിട്ട് ആ മുളകും മുളകും കൊത്തമ്പാരി അതിനൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുക്കണം. പിന്നെ അരക്കാൻ ഗ്രൈൻഡറിലേക്ക് ഇട്ട് ഒരു തക്കാളി, 2 തക്കാളിയും ഒരു സവാളവും 2 പച്ചമുളക് നല്ല എണ്ണയിൽ വാട്ടണം. നല്ലപോലെ നല്ലപോലെ ഇതാണ്, നല്ല വേണം, ഫ്രൈ ചെയ്യണം. നല്ലപോലെ അതിൽ ഫ്രൈ ആകുമ്പോൾ ഞങ്ങളുടെ ആ ചിക്കന് കഴുകിട്ടാകുമ്പോൾ അത് അരച്ച് കിട്ടി. ഇതുപോലെയാണ് അരച്ചിട്ട് ആ ഫ്രൈ ആയതിനു ശേഷം അതിന് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ചെടുത്ത് നല്ലൊരു തിളച്ചതിന് ശേഷം നല്ലപോലെ തിളക്കണം. തിളച്ചതിന് ശേഷം ആ ചിക്കൻ ഇടണം അതിലേക്ക്. നല്ലപോലെ തിളച്ച് അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ടു.